RSS മാത്രമല്ല, കോൺഗ്രസും അതേ സ്വഭാവം അതേ രൂപത്തിലുള്ള നിലപാടാണ്. കേരളത്തെ തകർക്കുക, എന്നിട്ട് മുതലെടുക്കുക. അതിന് ഇടക്കിടക്ക് ഇവിടെ ഉണ്ടല്ലോ, അന്ന് കണ്ണൂർ KPCC പ്രസിഡന്റ് MP ആണ്, ഇവിടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലുണ്ട്. ഇടക്കിടക്ക് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ തോന്നും ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്. ഒറ്റ ചിന്തയുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കണം. രണ്ടാം ഘട്ടം വന്നുപോയി, അത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ്, അത് ഇനി വരാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ടെന്നില്ല, ഉണ്ടാകുന്നതിന് വയ്യ. കാരണം ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്നില്ല. മുണ്ടൽ മുഴുവനും സംസാരിക്കുന്ന മുഴുവനും KPCC പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പക്ഷെ ഒരു കാര്യം അവരോർക്കോ, ഈ ചേലക്കരയിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് ജയിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ പ്രത്യക്ഷപ്പെടുത്തി ജയിക്കുന്നത് യാഥാർത്ഥ്യമാണെന്നിരിക്കെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ അധികാരത്തിലെത്തും. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ എന്ത് ക്രൂരതയും കാണിച്ചു, നിങ്ങൾ എന്ത് നിഷ്ഠൂരതയും കാണിച്ചോളൂ, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ പരിഹാരം ഉണ്ടായി. ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ സമ്പത്ത് മുഴുവൻ ഏതിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? ആദ്യം കഴിഞ്ഞ ഒന്നാം ഗവൺമെന്റ് 140 മണ്ഡലത്തിലും മുഴുവൻ ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന 7 സ്റ്റേറ്റിൽ കൊടുത്തിട്ടുണ്ട്. പറയട്ടെ, ഇവിടെ ഇരുന്ന് പറയട്ടെ കോൺഗ്രസ്സുകാര്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിൽ മുഴുവൻ ജനങ്ങൾക്കും വീടുകൾക്കും ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ നമുക്ക് നെഞ്ചു വിളിച്ച് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കുടുംബം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോ 24 മണിക്കൂറിൽ തരാം എന്ന് പറയാനുള്ള ഒരു ഇത് നമുക്ക് വിപ്ലവം നമുക്കുണ്ട്. കാരണം അതില്ല. അതുപോലെ വീട് 5 ലക്ഷത്തിലധികം വീട് കേരളത്തിലേക്ക് കൊടുത്തതിന് വീണ്ടും പറയുന്നു, വീണ്ടും ഗവൺമെന്റ് പറയുന്നു നമുക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമല്ലേ? വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമല്ലേ? വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് കർണാടക ഗവൺമെന്റ് ഭാഗമല്ലേ? കർണാടക കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? AC വേണുഗോപാലിന്റെ നേതൃത്വത്തിലല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്? കർണാടകയിൽ 3-4 ആള് ഭരിച്ചിട്ട് അർജുന്റെ ബോഡി കഴിയുമ്പോഴാണ് ആ പാവപ്പെട്ട നാരാജ്. അതുവരെ അത് അറിയില്ല. കർണാടകയിൽ ഭരിച്ചാൽ എന്ത് ചെയ്താൽ ആരും അറിയില്ല എന്നുള്ളതിന്റെ ലക്ഷണം. അർജുനന്റെ ബോഡി വരുന്നോണ്ടിരിക്കുമ്പോഴാണ് കുറെ ബോഡി കിട്ടുന്നത്. അപ്പോഴാണ് ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു അത്. നമ്മുടെ ഒരു അർജുൻ മരിച്ചപ്പോ ആ അർജുന് വേണ്ടി നമ്മൾ തിരക്കിലായിരുന്നു. നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയൊക്കെ തിരയാമോ അവിടെയൊക്കെ തെരഞ്ഞ് അവസാനത്തെ നിമിഷം വരെ കിട്ടാനുള്ള രീതിയിൽ നമ്മൾ പണിയെടുത്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവന്റെ വില അത് ഏറ്റവും അറിയാവുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതുകൊണ്ടാണ് വീടില്ലാത്തവർക്ക് വീട്, ഇലക്ട്രിസിറ്റി ഇല്ലാത്തവർക്ക് ഇലക്ട്രിസിറ്റി, കുടിക്കാനുള്ള വെള്ളം, കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, രോഗം വന്നാൽ ഏറ്റവും ഫലപ്രദമായി ചികിത്സിക്കാനുള്ള ആശുപത്രി, അതുപോലെ അധ്വാനിക്കുന്ന സമസ്ത മേഖലയിലും പെട്ടവർക്ക് ഏറ്റവും വലിയ പിന്തുണ,